ഹേ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത്തെ മിഷൻ എന്ന് പറഞ്ഞാൽ M1 ആണ്. M1 കോപ്പർ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് എനിക്ക് അറിയത്തില്ല. എല്ലാത്തിലും കോപ്പർ എന്ന് കാണിക്കുന്നുണ്ടായിരിക്കും. ഇപ്പം വേറെ ബ്രാൻഡൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആക്റ്റീവ് കോപ്പർ, അതേപോലെ തന്നെ അഡ്വാൻസ് കോപ്പർ, അങ്ങനെ ഒരുപാട് കോപ്പർ കാണിക്കുന്നുണ്ട്. ആ ഒരു കോപ്പർ കസ്റ്റമർ നോക്കി മേടിക്കുകയാണെങ്കിൽ കോപ്പർ മാത്രം സ്പെസിഫൈ ആയിട്ട് കൊടുത്തേക്കുന്നത് അതുകൊണ്ടായിരിക്കും. ഇതിൽ നോക്കുമ്പോഴത്തേക്കും M1 കോപ്പർ കിടപ്പുണ്ടല്ലോ. അപ്പം കസ്റ്റമർ ചോദിച്ചോളും അതിൽ M1 കോപ്പർ എന്തോ സെറ്റപ്പ് ഉണ്ടെന്ന്. പക്ഷേ M0 മേടിച്ചാലും M2 മേടിച്ചാലും M2 Pro മേടിച്ചാലും എല്ലാ ഫിൽറ്ററും വരുന്നത് പക്കാ സെയിം ആയിരിക്കും. എൻ്റെ വീഡിയോസ് കണ്ടുന്നവർക്ക് അറിയാൻ പറ്റും. ഞാൻ ഇൻസൈഡിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. അഴിച്ചു വെക്കുന്ന സമയത്ത് ഈ സെഡിമെന്റ് കാർബൺ, പ്രീ കാർബൺ, അതല്ലെങ്കിൽ ഇതേപോലെ 4in1 ഹെൽത്ത് ബൂസ്റ്റർ, ആറോമറൈൻ, ഈ പമ്പ്, ഈ ട്യൂബ്, ഇതേപോലെ 2SV, ഇതൊക്കെ എൻ്റെ മിഷത്തിൽ സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ പഴയ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഈ M1 കോപ്പർ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരൊറ്റ മാർക്കറ്റിൽ നിൽക്കുന്ന കോപ്പർ ഇപ്പോൾ നല്ലപോലെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കമ്പനിയും M1 കോപ്പർ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ അക്വാഗാർഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് കോപ്പറാണ് അവരുടെ മെയിൻ സാധനം വരുന്നത്. പിന്നെ അതേപോലെ തന്നെ കോപ്പർ ടെക്നോളജി എന്നിട്ട് ഒരുപാട് വാട്ടർ പ്യൂരിഫയേഴ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആമസോണിലും ഫ്ലിപ്കാർട്ടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മിഷ്യത്തിൽ കോപ്പർ എന്ന് ഭയങ്കരമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അപ്പം അതേപോലൊരു സംഭവമാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. അല്ലാണ്ട് ഇത് കോപ്പർ ഇൻബിൽഡ് കോപ്പറായിട്ടുള്ള എന്തെങ്കിലും ഫിൽറ്ററും കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അങ്ങനെയാണ് ഈ ഒരു മിഷ്യൻ്റെ സ്പെക്ക് വരുന്നത്. പിന്നെ നോർമലി ഇതിൻ്റെ ടാപ്പ് ഇച്ചിരി കംപ്ലയിൻറ്റ് വരാറുണ്ട് എപ്പോഴും. പിന്നെ ഇതുവരെ കൊടുക്കുന്ന ഡൈവേർട്ട് വാൽവും കാര്യങ്ങളൊക്കെ എപ്പോഴും കുറച്ച് പ്ലാസ്റ്റിക് ടൈപ്പ് ആയിരിക്കും. അക്വാഗാർഡ് കാര്യം പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലും കുറച്ചുകൂടി ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ട്രേ കണ്ടു കാണുമായിരിക്കും. ഈ ഒരു ട്രേ എപ്പോഴും ചോദിക്കും ഇതെങ്ങനെ റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു പ്രസ്സിങ് വരുന്നുണ്ട്. ആ ലാസ്റ്റ് ടൈമിൽ ആ ഒരു പ്രസ്സിങ് ചെയ്തിട്ട് ഈ ട്രേ ഇങ്ങനെ ഊരിയെടുത്താൽ മതി. അപ്പോൾ ഊരി കിട്ടും. അപ്പോൾ M0 ട്രേ ഇല്ല. M2 M2 Proയിലും M1 കോപ്പറും. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ ആ ട്രേ. അപ്പോൾ ഇതിങ്ങനെ റിമൂവ് ചെയ്യണത് ഈ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ വലിച്ചിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രസ് തിരിച്ച് വരുമ്പോൾ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ട്രേയുടെ സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ M0 ട്രേ ഇല്ല, ബാക്കി എല്ലാ മെഷീനും ട്രേ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ട്രേ നോക്കിയാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ M0 മേടിക്കരുത്. ബാക്കി എല്ലാ മെഷീനും ട്രേ ഉണ്ട്. നോർമലി ഈ മെഷീൻസ് ഇങ്ങനെ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് നിൽക്കും. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവരിടയ്ക്ക് ചെറിയ 2-3 കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയൊരു വിഷയമുണ്ട്. വേറെ എല്ലാ സ്ഥലങ്ങളിലും ഇരിക്കും. പിന്നെ ഹൈറ്റുള്ളതുകൊണ്ട് കബോർഡിൻ്റെ അടിയിൽ ഇരിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു സൈഡിൽ ഇങ്ങോട്ട് മാറ്റി ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന ശേഷം നമ്മൾ വന്ന് ഡീറ്റെയിൽസ് ഒക്കെ നോക്കി ഏതൊക്കെ മെഷീൻസ് ഇരിക്കും, അവിടെ ഇരിക്കാൻ പറ്റുമോ, കബോർഡ് എങ്ങനെയാണ്, വാട്ടർ കണക്ഷൻ, റിജക്ഷൻ എങ്ങനെ കൊടുക്കാം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ കൊച്ചിയിൽ എവിടെയാണെങ്കിലും നമ്മൾ ഡയത്തോടെ കോൺടാക്ട് ചെയ്യാം. വേറെ എവിടെയാണെങ്കിൽ നമ്മൾ ആളെ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഓക്കെ, ബൈ.